നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഈ അഡിക്ഷനെ കുറിച്ചാണ്. ഇപ്പോൾ പല രീതിയിലുള്ള അഡിക്ഷൻ ഉണ്ട്. ഇപ്പം മൊബൈൽ അഡിക്ഷൻ ഉണ്ട്, പിന്നെ ഈ മദ്യം, പിന്നെ ഈ പുകവലി, ഡ്രഗ്സ്, പിന്നെ ഭക്തി, അങ്ങനെ ഒരുപാട് അഡിക്ഷൻ ഉണ്ട്. നമ്മൾ ഈ അഡിക്ഷൻ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ ഒരു കാര്യം അമിതമായിട്ട് ചെയ്യുമ്പോൾ അതാണ് അഡിക്ഷൻ. ഈ അഡിക്ഷന് ഇതിന് ദുശീലമെന്നും അസ്ഥിരയെന്നുമാണ് പറയുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നിയന്ത്രണം വെക്കണം, അപ്പോഴേ അതിനൊരു രസം ഉണ്ടാകത്തുള്ളൂ, സുഖം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ അമിതമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. പിന്നെ മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത അവയവങ്ങൾക്ക് ദോഷമാണ്. പിന്നെ ഈ ഭക്തിയൊക്കെ ഓവറായി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരുപാട് പേടി, അങ്ങനെ അത് ഉണ്ടാക്കി നമ്മുടെ ജീവിതം മൊത്തത്തിൽ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും അതിലൊരു നിയന്ത്രണം വയ്ക്കുക. ഇപ്പോൾ ഈ അഡിക്ഷൻ കുറയ്ക്കാൻ, ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 2 ഹാൻഡ് മുദ്ര, യോഗ മുദ്രയെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തത് ഡീറ്റോസിഫിക്കേഷൻ മുദ്ര. ഇതിന് മലയാളത്തിൽ വിഷനീക്കൽ മുദ്ര എന്നാണ് പറയുന്നത്. ഇത് നമ്മളുടെ തലച്ചോറിലെയും മനസ്സിലെയും ശരീരത്തിലെ വിഷങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഇത് നെഗറ്റീവ് ചിന്തകളെ നീക്കം ചെയ്ത് അവിടെ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ ബ്രെയിൻ പവറിനൊക്കെ നല്ലതാണ്, നല്ല ചിന്തകൾക്കൊക്കെ ഗുണം ചെയ്യുന്നതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വജ്രമുദ്ര. ഇത് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. ഇത് നമുക്ക് വിശ്രമത്തിന് സഹായിക്കുന്നതാണ്. ഇത് നമ്മളെ നാഡീവ്യൂഹം ശാന്തമാക്കുന്ന, മനസ്സിനെ ശാന്തമാക്കുന്നു. ഈ 2 ഹാൻഡ് മുദ്രകളും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഈ ചെറുതായിട്ട് വരെ അഡിക്ഷൻ ഉള്ളവരാണെങ്കിൽ പോലും ഇതൊന്ന് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ ആ ഒരു ദുശീലം അങ്ങ് മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ അത് ഇച്ചിരി ഉള്ളെങ്കിൽ തന്നെ നമ്മളത് ഒഴിവാക്കി വിടുന്നതായിരിക്കും നല്ലത്. ഈ അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു ഭ്രാന്തും ടെൻഷനൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ 2 ഹാൻഡ് മുദ്രകളും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ ഈ 2 ഹാൻഡ് മുദ്രകളെ പറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ 2 ഹാൻഡ് മുദ്രകളും നിങ്ങൾ മറക്കണ്ട, ഡീറ്റോസിഫിക്കേഷൻ മുദ്രയും വജ്രമുദ്രയും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബായ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കാം.